എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ മൂന്നാമത്തെ സെഷനാണ്. നമ്മളിവിടെ പഠനം ചെയ്യുന്നത് ഭജഗോവിന്ദമാണ്. ശ്രീശങ്കര ആചാര്യസ്വാമികളുടെ കൃതിയായ ഭജഗോവിന്ദമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ ഞാൻ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സിനുമായി ജയശങ്കര. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരി ശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. സർവേഭ്യോ നമസ്കാരഃ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന പ്രശസ്തമായ പ്രകരണ ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രകരണം എന്നതിനെക്കുറിച്ച് നാം വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ കാരണം എന്തുകൊണ്ട് ഇന്ന് ഞാൻ ആ വാക്ക് വീണ്ടും ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ഈ നമ്മൾ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിച്ചു. ആ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് മൂന്നാമത്തെ ശ്ലോകവും കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് പറയുന്നത്, അല്ലേ? ധർമ്മതത്വങ്ങൾ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? അത് കണ്ടുപിടിച്ച് അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ അത്യധികം കഠിനമാണ് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു, 2ാമത്തെ ശ്ലോകവും പഠിച്ചു. അപ്പോൾ 1ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ എന്ന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ ഗോവിന്ദനെ ഭജിക്കൂ, അല്ലയോ സംസാര ദുഃഖത്തിൽ അലഞ്ഞു തിരിയുന്ന മൂഢാത്മാവേ, പ്രാപ്തേ സന്നിഹിതേ കാലേ, മരണകാലത്ത് നിന്റെ ഈ മറ്റ് ജ്ഞാനങ്ങളൊന്നും നിനക്ക് ഉപകരിക്കുന്നില്ല. എന്താണ് വേണ്ടത്? ഗോവിന്ദ ഭജനമാണ്. അങ്ങനെ ഗോവിന്ദ ഭജനത്തിൻ്റെ സാക്ഷാൽ നാരായണനെ ഭജിക്കുന്നതിൻ്റെ പ്രാധാന്യവും പിന്നീട് അതിൻ്റെ മഹത്വവും അനേകം ഉദാഹരണങ്ങളിലൂടെ നാം 1ാമത്തെ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. ആ 1ാമത്തെ ശ്ലോകം നമ്മൾ പഠിക്കുമ്പോൾ പിന്നീടോ 2ാമത്തെ ശ്ലോകത്തിൽ മൂഢജഹീഹി അനാഗമ തൃഷ്ണാം എന്നാണ്. അപ്പം നമ്മൾ പഠിച്ചത് തൃഷ്ണ എന്നുള്ളതിനെ കുറിച്ച്. എന്താണ് തൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോഴോ വിതൃഷ്ണയെക്കുറിച്ച് പറഞ്ഞു. വിതൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈരാഗ്യമാണ് എന്ന് പറഞ്ഞു. അത് വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ വൈരാഗ്യമല്ല, ഒരാളോട് പിണങ്ങുന്നതല്ല. മൂഢജഹീഹി എന്ന് പറഞ്ഞു. ജഹീഹി അതായത് വിതൃഷ്ണയാണ്, അതായത് വൈരാഗ്യമാണ്. എന്തിനോട്? നിർമുക്ത ബന്ധനം എന്നാണ് പറഞ്ഞത്. ഈ ബന്ധനങ്ങളിൽ നിന്നും ഒരു വിമോചനമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. സർഗസ്ഥിതി പ്രളയഹേതുരചിന്യ ശക്തിം വിശ്വേശ്വരം വിദിത വിശ്വമനന്തമൂർത്തിം നിർമുക്ത ബന്ധനമപാര സുഖാംബുരാശിം എന്ന് പറഞ്ഞു. അപ്പം ശ്രീവല്ലഭൻ എന്ന് പറഞ്ഞ അതാണ് വിമലബോധ ധനമാണ് എന്ന് നാം പറയുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പം ആ കഴിഞ്ഞ ക്ലാസ്സിൽ ധനാഗമ തൃഷ്ണയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ വിതൃഷ്ണ എന്താണ് എന്ന് പറയുകയുണ്ടായി. പിന്നീടോ എല്ലഭസേ നിജ കർമ്മോപാത്തം യത് വിത്തം ലഭസേ, സ്വന്തം കർമ്മത്തിലൂടെ ലഭിക്കുന്ന അങ്ങനെയുള്ള ധനം ആർജിക്കാം. അതോടുകൂടി
വിനോദയ ചിത്തെ, മനസ്സിനെ സന്തോഷവാനായിട്ട് നാം ജീവിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ധനസമ്പാദനത്തെക്കുറിച്ചുള്ള അത്യാഗ്രഹത്തെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് ആ ശ്ലോകത്തിൽ പറഞ്ഞു. പിന്നീട് അങ്ങനെയുള്ള അത്യാഗ്രഹത്തെ നിഷേധിക്കുകയാണ് ചെയ്തതും. അവനവൻ്റെ കർമ്മഫലമായി കിട്ടുന്ന ആ ധനം കൊണ്ട് വളരെ തൃപ്തനായി ജീവിക്കുക, അതാണ് ആനന്ദത്തിലേക്കുള്ള മാർഗം എന്നിങ്ങനെയാണ് നമ്മൾ ആ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ പഠിച്ചത്. അപ്പോൾ ഇന്ന് 3-ാമത്തെ ശ്ലോകം എന്താണ് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. അതിൽ പറയുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ 2 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് ചെറിയ രീതിയിൽ പറഞ്ഞതിന് കാരണം അതുതന്നെയാണ് 3-ാമത്തെ ശ്ലോകത്തിലും വീണ്ടും പറയുന്നത് ആചാര്യസ്വാമികൾ. അർത്ഥമനർത്ഥം ഭാവയ. പിന്നീട് പലരുടെയും പുസ്തകത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം ഈ പാട്ട് പാടുന്ന രീതിയിലാണ് പുസ്തകങ്ങളിലൊക്കെ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ 2 രീതിയിലാണ് പഠിക്കുന്നത്. ഒന്ന് ചതുർദശ പഞ്ചരിക എന്ന് പറയുന്ന, ഒന്ന് ദ്വാദശ പഞ്ചരിക എന്ന ഭാഗം ആദ്യവും, പിന്നീട് ചർപ്പട പഞ്ചരിക അല്ലെങ്കിൽ ചതുർദശ പഞ്ചരിക എന്ന് പറയുന്ന 14 ശ്ലോകങ്ങൾ രണ്ടാമതും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 12 ശ്ലോകങ്ങളാണ്, മറ്റേത് 14 ശ്ലോകങ്ങളാണ്. പക്ഷേ രണ്ടും കൂടെ കൂട്ടി ഏതായാലും 33 ഉണ്ട്. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചൊല്ലുമ്പോൾ ഇവിടെ പലരുടെയും പുസ്തകങ്ങളിൽ മറ്റേ നമ്മുടെ ഗാനത്തിൽ കാണുന്ന പോലെ നാരീ സ്തനമഭിനാഭീദേശം അങ്ങനെയായിരിക്കും കാണുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ശ്ലോകം അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശ സത്യം പുത്രാദപി ധന ഭാജാം ഭീതിഃ സർവത്രൈഷാം വിഹിതാരീതി. ഒന്നുകൂടെ ചൊല്ലാം. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശ സത്യം പുത്രാദപി ധന ഭാജാം ഭീതി സർവത്രൈഷാം വിഹിതാരീതി. അപ്പം എന്താണ്? വീണ്ടും ഭയത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? അർത്ഥമനർത്ഥം ഭാവയ നിത്യം. ഇവിടെ പറയുന്നത് നിത്യം ഭാവയ. എന്താണ് നിത്യം ഭാവയ? നിത്യം എന്ന് പറഞ്ഞാൽ നിരന്തരം, എല്ലായ്പ്പോഴും. ഭാവയ എന്ന് വെച്ചാലോ ഭാവിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നർത്ഥം. നിത്യം ഭാവയ, നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുക. എന്താണ്? അർത്ഥമനർത്ഥം ഇതി എന്നാണ്. അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് അനർത്ഥമാണ് എന്ന് നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ധനമായി, വിഷയമായി, വസ്തുക്കളായി, പ്രവർത്തികളായി, ആഗ്രഹമായി. അപ്പോൾ ഭൗതികമായി നാം സമ്പാദിക്കുന്നത് എന്തോ ആ സമ്പത്തുകളെല്ലാം തന്നെ പുരുഷാർത്ഥങ്ങൾ, ഫോർ എക്സാമ്പിൾ പുരുഷാർത്ഥങ്ങളായി. അപ്പോൾ നാം സമ്പാദിക്കുന്നതെല്ലാം അർത്ഥങ്ങളാണ്. ഭൗതികമായി സമ്പാദിക്കുന്നതെല്ലാം അർത്ഥങ്ങളാണ്. ആ അർത്ഥങ്ങൾ എന്താണ്? അർത്ഥമനർത്ഥം ഭാവയ നിത്യം. നിത്യം ഭാവയ, എപ്പോഴും നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കൂ. ഈ നാം ഭൗതിക ലോകത്ത് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ അനർത്ഥമാണ്. അത് ശാശ്വതമല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അർത്ഥമനർത്ഥം അല്ലേ? നമ്മൾ ഭാഗവതത്തില് ഈ അർത്ഥമനർത്ഥം എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ മൂന്നാമത്തെ വരിയിൽ പറയുന്നില്ലേ, എന്താണ്? അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശ നിത്യം. എന്താണ് സത്യം? എന്താണ് സത്യമായ? സുഖലേശ, സത്യം. സുഖം എന്ന് പറഞ്ഞാൽ സന്തോഷം. ആത്മാവിന് സന്തോഷം ഉതകുന്ന ഒന്നാണ് സുഖം അല്ലെങ്കിൽ മംഗളം. അതെന്താണ്? ന അസ്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? സുഖം ലേശ ന അസ്തി തഥ. ലേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പം. സുഖം സന്തോഷം, ലേശം അല്പം. പിന്നീടോ അല്പം പോലും സുഖം ന അസ്തി ഇതി എന്നാണ് സത്യം. അല്പം പോലും സുഖം ഇല്ല എന്നാ ന അസ്തി ഇതി സത്യം. അപ്പോ അർത്ഥം നിങ്ങൾ എപ്പോഴും തന്നെ ചിന്തിച്ചുകൊള്ളൂ. ഭൗതികമായ സമ്പത്തുകൾ സ്വരൂപിക്കുക എന്നുള്ളത് മാത്രമായി ചിന്ത
ആ അർത്ഥം അത് അനർത്ഥമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ദുഃഖകാരണം മാത്രമാണ്. അത് എന്താണ്? നാസ്തി താത്ത സുഖലേശ സത്യം. അപ്പൊ സുഖലേശ, അല്പം പോലും സുഖം ന അസ്തി ഇതി സത്യം. അപ്പൊ ഒട്ടും തന്നെ സുഖം ലഭിക്കുന്നില്ല, സന്തോഷം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നീടോ പുത്രാദപി ധനഭാജാം ഭീതിഹി. ഭീതിഹി എന്ന് പറഞ്ഞാൽ ഭീതി, ഭയം. നമ്മൾ കഠോപനിഷത്തിലെ ഭീതിയെക്കുറിച്ച് പറഞ്ഞു, ഭയത്തെക്കുറിച്ച് പറഞ്ഞു. ഓർമ്മയുണ്ടോയെന്നറിയില്ല എല്ലാവർക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ കഠോപനിഷത്തിനെ ഞാൻ പറയുകയുണ്ടായി. ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാത് ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാത് ഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തുഭയന്വിതം ഭുവിദൃഢം വൈരാഗ്യമേവാഭയം. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ് നോക്കൂ. പുത്രാദപി ധനഭാജാം ഭീതി. ധനഭാജാം എന്ന് പറഞ്ഞാൽ ധനികന്, ധനഭാജാം ധനമുള്ളവന്, ഭീതിഹി ആരെ കൊണ്ട്? പുത്രനെ പോലും. പുത്രാദപി പുത്രനെ കൊണ്ട് പോലും ഭീതിയാണ് ഉണ്ടാകുന്നത്. ആർക്ക്? ധനികന്. അപ്പോഴോ സർവത്രൈഷ വിഹിതാരീതി. സർവത്ര എല്ലായിടത്തും ഏഷാ രീതി. ഏഷാ രീതി എന്താണ്? ഇതാണ് വിഹിത. ഏഷാ രീതി വിഹിത. നിശ്ചയിക്കപ്പെട്ട രീതി ഇത് തന്നെയാണ്. വിഹിത നിശ്ചയിക്കപ്പെട്ട ആ രീതി ഇത് തന്നെയാണ്. എന്ത്? സർവഭയാന്വിതം. അത് തന്നെയല്ലേ കഠോപനിഷത്തില് നചികേതസ് യമധർമ്മരാജാവിനോട് പറയുന്നത് എന്താണ്? സർവം വസ്തുഭയന്വിതം ഭുവിദൃഢം വൈരാഗ്യമേവാഭയം. ഇത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഏത്? വിതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണാം. മനസ്സിൽ ആ വിതൃഷ്ണ, അത്യാഗ്രഹത്തെ മാറ്റിക്കൊണ്ട് സദ്ബുദ്ധിയെ ഉണ്ടാക്കിയെടുക്കണം എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ്? പുത്രാദപി ധന ഭാജാം രീതി സർവത്രൈഷ വിഹിതാരീതി. അപ്പോ അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശ സത്യം. പുത്രാദപി ധനഭാജാം ഭീതി സർവത്രൈഷ വിഹിതാരീതി. അപ്പൊ ധനത്തിൽ നിന്ന് സുഖം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് അനർത്ഥകാരണം കൂടിയാണ് എന്നുള്ള കാര്യം നീ എപ്പോഴും നിന്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. സദ്ബുദ്ധി ഉണ്ടായിരിക്കുക വേണം. പിന്നീട് എന്താണ്? ധനസംബന്ധമായ കാരണങ്ങൾ മൂലം പുത്രാദപി എന്താണ്? ആ ധനികന്മാർക്ക് പുത്രനെ പോലും ഭയക്കേണ്ട അവസ്ഥയാണ്. അച്ഛനെ പോലും വധിച്ചേക്കാം. നമ്മൾ പഴയ രാജാക്കന്മാരുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഭാഗവത മഹാത്മ്യത്തില് നമ്മൾ ഗോകർണന്റെ കഥയിൽ ഗോകർണന്റെ അമ്മയ്ക്കൊരു ഇതുണ്ടായിരുന്നല്ലോ. എന്താണ്? ദുന്ധുകാരി എന്ന് പറഞ്ഞ ഒരു പുത്രൻ. ആ കഥയിലോട്ട് ഞാൻ വരുന്നില്ല. ഗോകർണന്റെ നേരെ സഹോദരനല്ല, പക്ഷെ ദുന്ധുകാരി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഇല്ലേ? ഗോകർണന്റെ കഥ നമുക്കറിയാം. അപ്പൊ നേരെ സഹോദരം അല്ല, എന്നാൽ പോലും ദുന്ധുകാരിയുടെ അല്ല ദുന്ധുലി അല്ലേ? ദുന്ധുലി എന്നല്ലേ? ദുന്ധുകാരി എന്ന് പറയുന്ന അമ്മയുടെ പേരാണ് അല്ലേ? ആത്മദേവന്റെ അമ്മയുടെ പേരാണ് ദുന്ധുകാരി. ദുന്ധുകാരിയുടെ പുത്രനായിട്ട്, അനിയത്തിയുടെ പുത്രനായിട്ട് ദുന്ധുലി. ആ ദുന്ധുലി വളർന്നത് അമ്മയുടെ കൂട്ടത്തിലാണ്. ഗോകർണൻ പിൽക്കാലത്ത് അവിടെ വിട്ടു പോവുകയൊക്കെ ഉണ്ടായില്ലേ? അപ്പോ ആ കഥയിലോട്ട് ഞാൻ വരാം. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? പുത്രാദപി ധനഭാജാം ഭീതി സർവത്രൈഷ വിഹിതാരീതി. അപ്പൊ ധനികന്മാര് പുത്രന്മാരെ പോലും ഭയപ്പെടേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഈ സ്ഥിതി സർവത്ര ബാധകമാണ്. സർവം ഭയാന്വിതം. അപ്പം ആകെ എന്താണുള്ളത്? ഭഗവാനെ ഭജിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അപ്പൊ നമ്മൾ കഠോപനിഷത്തിൽ പറഞ്ഞു ഭോഗേ രോഗഭയം. ഭോഗങ്ങള് സുഖങ്ങൾ കൊണ്ട് രോഗമുണ്ടാക്കുന്നു. കുലേ ച്യുതിഭയം. നല്ല കുലമാണെങ്കിൽ അത് നശിക്കുമോ എന്നുള്ള ആ ച്യുതിയെക്കുറിച്ചുള്ള ഭയം.
വിത്തേ നൃപാലാത്ഭയം. വിത്ത് ധനമുണ്ടെങ്കിൽ നൃപാലൻ രാജാവ് അത് കൊണ്ടുപോകും, ടാക്സ് അടക്കണം എന്ന് പറഞ്ഞു. മാനേ ധൈന്യഭയം, അഭിമാനമുള്ളവന് അഭിമാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ബലേ രിപുഭയം, ശക്തിയുള്ളവന് തനിക്ക് എതിരെ ആരെങ്കിലും വന്ന് തന്നെ തോൽപ്പിക്കുമോ എന്നുള്ള ഭയം. രൂപേ ജരായാധരം ഭയം, നല്ല ശരീരകാന്തിയുള്ള ആൾക്ക് തൻ്റെ ശരീരം നശിക്കുമോ എന്നുള്ള ഭയം. ശാസ്ത്രേ വാദിഭയം, ശാസ്ത്രജ്ഞാനം അറിയുന്നയാൾ തന്നെ എവിടെങ്കിലും ഡിബേറ്റിൽ ശാസ്ത്രവാദങ്ങളിൽ തോൽപ്പിക്കുമോ എന്നുള്ള ഭയം. പിന്നെ ഗുണേ ഫലഭയം, നല്ല ഗുണങ്ങളുള്ള ആൾക്ക് ചോരന്മാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും തനിക്ക് ഭീതി ഉണ്ടാകുമോ എന്നുള്ള ഭയം. പിന്നീടോ കായേ കൃതാന്താത് ഭയം, കായം ശരീരത്തിന് ആ ശരീരത്തിന് അന്തം നശിച്ചു പോകുമോ എന്നുള്ള ഭയം. പിന്നീടോ സർവം വസ്തുഭയന്വിതം, അപ്പം ഈ സർവഭൂമിയിലുള്ള മനുഷ്യൻ സ്വരൂപിക്കുന്ന സർവ്വതും സർവം വസ്തുഭയന്വിതം. അത് തന്നെയല്ലേ ശങ്കരാചാര്യ സ്വാമികൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, എന്താ സർവത്രൈഷ എന്നാ പറഞ്ഞത് അല്ലേ. പുത്രാദപീധന ഭാജാംഭീതി സർവത്രൈഷ വിഹിതാരീതി സർവം വസ്തുഭയന്വിതം ഭുവിധൃണം വൈരാഗ്യമേവാഭയത്നം. ഇപ്പൊ ജ്യോതിഷ രാമായണം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നൊരു കാര്യം. ശ്രീരാമൻ ലക്ഷ്മണനൊരു ഉപദേശം, തത്വോപദേശം കൊടുക്കുന്നുണ്ട് ഇല്ലേ. എപ്പോഴാണ്? ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങുകയാണ്. ആ പട്ടാഭിഷേകം മുടങ്ങുന്ന സമയത്ത് ലക്ഷ്മണന് വളരെ കോപാകുലനായിട്ട് നിൽക്കുകയാണ്, വളരെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന് പരാക്രമിയായിട്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ രാമൻ തത്വോപദേശം നൽകുന്ന ഭാഗം എഴുത്തച്ഛൻ്റെ ആ രാമായണം കിളിപ്പാട്ടിലുണ്ട് ഇല്ലേ, നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം ഇല്ലേ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ എന്ന് പറയുന്നുണ്ട്. നോക്കിക്കോളൂ, മറ്റന്നാൾ വായിച്ചു തുടങ്ങുമ്പോൾ അത് കിട്ടുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, മലയാളത്തിലായതുകൊണ്ട് ചഞ്ചലം മിന്നൽ പോലെ ഉള്ളൂ എന്നാണ്. ഈ ഭോഗങ്ങളെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ആഘോഷിക്കുന്ന ആസ്വദിക്കുന്ന എന്തിനു വേണ്ടിയാണോ നമ്മൾ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നടക്കുന്നത്, ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം ധന്യ സത്മഭൃത്യും ഭവഞ്ച എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, കണ്ണടച്ചു തുറക്കുന്നത് പോലെയുള്ളൂ അല്ലേ. ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയ എന്നാണ്. സൂര്യൻ ഓരോ ഉദയാസ്തമനങ്ങൾ കഴിയുന്നവരും മനുഷ്യന്റെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങൾ ജ്ഞാനപ്പാനയിൽ പറഞ്ഞതുപോലെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പൂന്താനം പറഞ്ഞതുപോലെ അല്ലേ. നമ്മളുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ സമ്പത്ത്, അതാണ് ഇവിടെ അർത്ഥമനർത്ഥം ഭാവയ നിത്യം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ പറഞ്ഞില്ലേ, നീറ്റിലെ പോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മാനുഷർ ഇല്ലേ. ആ എന്താണ് പറയാൻ കാര്യം? നീറ്റിലെ പോളയ്ക്കു തുല്യമാം ജീവൻ, എപ്പോ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയുസ് ക്ഷണപ്രഭാചഞ്ചലമാണ്. ജീവിതം എപ്പോ വേണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും ജീവിതം നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹദേഹി വിയോഗത്തിലേക്ക് ഈ ദേഹം വിട്ടുകൊണ്ട് ദേഹി എപ്പോ വേണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അപ്പൊ അത് ക്ഷണപ്രഭാചഞ്ചലമാണ്, അതുകൊണ്ട് സന്തോഷമുണ്ടാവുന്നില്ല എന്നുള്ള കാര്യം നാം എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ്. ഞാൻ ആത്മദേവന്റെ കഥയിലോട്ട് പോകുന്നുണ്ട്, ഞാൻ ഒന്നിവിടെ പ്രസന്റ് ചെയ്തു, അതൊന്ന് മുഴുവനാക്കി തരാം. അപ്പൊ അതിനിടയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വാക്കുകളുണ്ട്. കൃഷ്ണന്റെ പ്രീതിയാണ്, കൃഷ്ണന്റെ പ്രീതിയാണ്. ഇവിടെ ഭഗവത് ആദിശങ്കരാചാര്യ സ്വാമികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അല്ലയോ മൂഢ, ആ ഗോവിന്ദനെ തന്നെ ഭജിക്കൂ. എന്താണ്? ആ കൃഷ്ണന്റെ പ്രീതി മാത്രമാണ് തൻ്റെ വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് ഒരു ഉത്തമമായിരിക്കുന്ന ഭക്തൻ കരുതേണ്ടതെന്നാണ്. അപ്പൊ കൃഷ്ണൻ, ഇപ്പൊ നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോലും രാധേ രാധേ കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിൽ ജയശ്രീ കൃഷ്ണ എന്നുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു ചിട്ടയില്ലാത്തുള്ളൂ. കാരണം എല്ലാം നമ്മളാണ് നേടുന്നത് മലയാളികളെ, മറ്റുള്ളവരുടെ അടുത്തെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നേടുന്നതായിട്ടൊരു സങ്കല്പവും കൂടിയുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ശ്ലോകമുണ്ട്. ന ധനം ന ജനം ന സുന്ദരീം. നോക്കൂ, ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശകാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതുകീ ത്വയി
ഹേ സർവശക്ത, എനിക്ക് ധനം സമ്പാദിക്കുവാനോ സുന്ദരികളുമൊത്ത് സുഖിക്കുവാനോ മറ്റൊന്നിനും തന്നെ എനിക്കൊരു ആഗ്രഹമില്ല. അനേകം ശിഷ്യന്മാരും എനിക്ക് വേണ്ട. ജന്മങ്ങൾ ഓരോന്നിലും അഹൈതുകമായിരിക്കുന്ന ഭക്തി അങ്ങയിൽ എനിക്കുണ്ടാകണമേ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പത്രങ്ങളിൽ പറയാറില്ല, എന്താണ് അവസാനം ഹരിസ്വസ്ഥരസ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ത്വയിഭക്തിര അചഞ്ചലം എന്നാണ്. അചഞ്ചലമായ ഭക്തി ഹരിയിൽ തന്നെ നമ്മൾ ഉണ്ടാകണേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുജനാ ഭവന്തു, ലോകാ സമസ്ത എന്താണ് ത്വദ്ഭക്താ ഭവന്തു. അങ്ങയുടെ ഭക്തി മാത്രമേ എല്ലാവർക്കും ആ ഹരിഭക്തി ഉണ്ടാകണം എന്ന് മാത്രമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? ലോകത്തിന് സമാധാനം ഉണ്ടാവുന്നുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ എന്താണ്? ഉത്പന്നമായതു നശിക്കും, അണുക്കൾ നിൽക്കും. ഉത്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ആഗമങ്ങൾ എന്നാണ്. അപ്പൊ ഈ ശരീരം ധനസമ്പാദനത്തിന് വേണ്ടി, ഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം നടന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? അത് ഉൽപ്പന്നമായ ഒന്നാണ്. ഉൽപ്പന്നമല്ലാത്തതാണ് ന ജായദേവാന മ്രിയതേ എന്ന് പറയുന്നുണ്ട്. അതായത് ഗീതയില് ഭഗവാൻ കൃഷ്ണൻ ആരാണ്? അവ്യയനാണ്, അച്യുതനാണ്, അനന്തനാണ്, ജനനമരണങ്ങളില്ല. അപ്പൊ നമ്മൾ അംശാവതാരങ്ങളായിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്പന്നമായതു നശിക്കും, അണുക്കൾ നിൽക്കും. അപ്പൊ ഭൂമിയിൽ എന്തൊക്കെയാണോ ജനിച്ചിരിക്കുന്നത്, ഉൽപ്പന്നമായിരിക്കുന്നത്, അവയെല്ലാം തന്നെ നശിക്കും എന്നാണ്. പിന്നെയോ ഉത്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും. ആ ഉൽപ്പന്നമായിരിക്കുന്ന ദേഹി അത് വെടിഞ്ഞിട്ട്, ആ ആത്മാവ് അതിനെ വെടിഞ്ഞിട്ട് വീണ്ടും വേറൊരു ശരീരത്തിൽ അതെത്തുന്നു എന്നുള്ള ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ. സഞ്ചിത പാപങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിവുള്ളവരാണ്. അപ്പൊ കഴിഞ്ഞ ജന്മങ്ങളിൽ നാം എന്തൊക്കെ ചെയ്തു? ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ. പുതിയ ഉൽപ്പത്തി ഉണ്ടാകുമ്പോൾ നാം ചെയ്ത കർമ്മങ്ങളുടെ ജന്തുവിനാം നരജന്മ ദുർലഭം, അത് വളരെ ദുർലഭമാണ്. പക്ഷെ എന്തുകൊണ്ടാണ്? അത് കർമ്മഫലം കൂടിയാണ് എന്നാണ് പറയുന്നത്. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ. ഒരുപാട് പേര് എനിക്ക് ദുഃഖമാണല്ലോ എന്ന് പറയാറുണ്ട്. എന്താ കാരണം? ജന്മാന്തരകൃതം പാപം. അപ്പോൾ ഈ കർമ്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണ്? ഈ ജന്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മുടെ കൂട്ടത്തിൽ ക്യാരി ഫോർവേഡ് ആണ്. അതുകൊണ്ട് ഗോവിന്ദനെ ഭജിക്കുക മാത്രമേ നമുക്ക് ഒരു മാർഗമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഖേദിക്ക കൊണ്ടു ഫലമില്ല. അതുകൊണ്ട് ഞാൻ ഈ അർത്ഥങ്ങളെ കൊണ്ട് എനിക്ക് ധനം ഉണ്ടാക്കണം, ഭഗവാനെ കിട്ടാതെ മറ്റു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് പിന്നെ ഒരു നല്ലതല്ലാത്ത ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഖേദിക്ക കൊണ്ടു ഫലമില്ല, നമുക്കതല്ല, നമുക്ക് ഖേദിച്ചിട്ടൊരു കാര്യവുമില്ല. അപ്പോൾ എന്താണ് ആകെ വേണ്ടത്? ഗോവിന്ദം ഭജ ഗോവിന്ദം എന്നാണ്. അപ്പം ഞാൻ അതിലോട്ട് വീണ്ടും കടക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു വെച്ചു, ഗോകർണന്, അപ്പം പിതാവ്, ഗോകർണന്റെ പിതാവിൻ്റെ പേര് ആത്മദേവൻ എന്നാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനല്ലേ? ആത്മദേവൻ അല്ലേ? അല്ലേ അമ്മേ? ഈ ആത്മദേവൻ കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ബ്രാഹ്മണൻ ഒരു പഴം കൊടുക്കുകയും പശുവിന് കൊടുത്ത് ഗോകർണൻ ഉണ്ടാകുകയും ദുന്ധുകാരി വഴി ദുന്ധുലി അനിയത്തിക്ക് കൊടുത്തു. അയാൾക്ക് ദുന്ധുകാരി എന്ന് പറഞ്ഞ മകനുണ്ടായി. ദുന്ധുലിക്ക് അല്ലെ, ദുന്ധുലിയിൽ ദുന്ധുകാരി ഉണ്ടായി, അങ്ങനെയല്ലേ? അപ്പൊ ദുന്ധുകാരി എന്താണ്? ഈ അച്ഛൻ ആത്മദേവൻ മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ആത്മദേവൻ മരിച്ചു കഴിഞ്ഞ്, ഞാനിത് പറയാൻ വന്നത് എന്തിനു വേണ്ടിയാണെങ്കിൽ അർത്ഥം അനർത്ഥം എന്നൊന്ന് പറയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ പിതാവ് വിട്ടുപോയതിനെ തുടർന്ന് ദുന്ധുകാരി അമ്മയെ മറ്റും തല്ലിയും എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണം എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ അമ്മയെ അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നുണ്ട്? പിതൃപരതേന ജനനീതാടിതാഭൃശം ക്വവിത്തം തിഷ്ടതി ബ്രൂഹി ഹനിഷ്യേലത്തയാന ചേത് ഇതിത്തദ്വാക്യസന്ത്രാസ ജനന്യാ പുത്ര ദുഃഖത കൂപേ പാതകൃതോ രാത്രൗ തേനസാ നിധനം ഗത. അപ്പൊ നോക്കൂ, ഇവിടെ പറഞ്ഞ എന്താണ്? പുത്രാദാഭിധന ഭാജാംഭീതി. അപ്പൊ മകന്റെ ഇങ്ങനെയുള്ള ഇമാതിരിയുള്ള ഈ വാക്കുകൾ കൊണ്ട് ഭയന്നു അല്ലേ? ഇതിത്തദ്വാക്യ സന്ത്രാസ ജനന്യാ പുത്ര ദുഃഖത. ആ പുത്രദുഃഖം കൊണ്ട് കൂപേ പാത കൃതോ രാത്രൗ തേനസാ നിധനം ഗത എന്നാണ്. കൂപം എന്ന് പറഞ്ഞാൽ
കിണറ്റില് ആ അമ്മ പാവം അമ്മ ഇദ്ദേഹത്തിന്റെ ഇത് ശല്യം ഭയന്ന് കിണറ്റിലെടുത്ത് ചാടി മരിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ധനമെല്ലാം ഇയാള് ധുന്ധുകാരി എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ധുന്ധുകാരി ഭോഗങ്ങൾക്കായി ചെലവിട്ടു. അതിനുശേഷം കുറച്ച് വേശ്യാസ്ത്രീകളെ എല്ലാം വിളിച്ചു വരുത്തി ഒന്നിച്ച് സന്തോഷത്തോടെ താമസിക്കാം എന്ന കാര്യത്തിൽ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ധനം വേണം എന്നുള്ള ആവശ്യം, ഈ സ്ത്രീകൾക്കൊക്കെ സന്തോഷിക്കുവാൻ ധനം വേണം. അങ്ങനെ വന്ന് ക്രമത്തിലധികം ആഭരണങ്ങൾ ഇയാൾ ഒരിടന്ന് മോട്ടിച്ചുകൊണ്ട് വന്നു എന്നാണ്. ബഹുവിത്തജയം ദൃഷ്ട്വാ രാത്രൗ നാര്യോ വിചാരയൻ ശൗര്യം കരോത്യസാ നിത്യം അതോ രാജാ ഗ്രഹിഷ്യതി. അവ ക്രമത്തിലധികം ആഭരണങ്ങളും സ്വർണങ്ങളും എല്ലാം ആയിട്ട് ഇയാൾ ഒരിടത്തുനിന്ന് മോട്ടിച്ചുകൊണ്ട് വന്നു, രാത്രിയിൽ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ആര്? ഈ ദുന്ധുകാരി. അപ്പൊ ഈ ധനം അനർത്ഥമാണ് എന്നുള്ള ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ധനം കൊണ്ടുവന്നു. ഈ ധനമെല്ലാം കൊണ്ടുവന്നപ്പോൾ അവർ ഈ ധനമെല്ലാം എടുത്ത് ഇനി എന്ത് ചെയ്യും? ഇതെല്ലാം കൊണ്ടുവന്ന രാജാവ് ഇയാളെ പിടിക്കില്ലേ എന്നുള്ള ചിന്തയായി. അപ്പോൾ ഈ ധനമെല്ലാം എടുത്ത് രാജാവ് ഇയാളെ വധിച്ചു എന്ന് വരാം എന്നാണ്. അപ്പോൾ അത് ധനം കൊണ്ട് തിരിച്ചു പോകും. അപ്പോൾ ആർക്കാ നഷ്ടം? നമുക്കാണല്ലോ നഷ്ടം എന്നോർത്ത് ഇവനെ തന്നെ, ധുന്ധുകാരിയെ തന്നെ കൊന്നുകളയാം, എന്നിട്ട് ഈ ധനമൊക്കെ എടുത്തു പോകാം എന്നവർ ചിന്തിച്ചു എന്നാണ് അല്ലേ. വിത്തം ഹൃത്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അർത്ഥോർത്ഥഗുപ്തയേ ഗൂഢം അസ്മാഭികിം നഹന്യതേ. അവർ രാജാവിൻ്റെ ഭടന്മാർ ഇയാളെ പിടിച്ച് വിത്തമെല്ലാം എടുത്തുകൊണ്ട് ധനമെല്ലാം എടുത്ത് ഇയാളെ കൊന്നുകളയാം എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ ചെയ്തേ? നിഹത്യൈനം ഗൃഹീത്വാർത്ഥം യാസ്യാമോ യതകുത്രജിത് ഇതിതാ നിശ്ചയം കൃത്വാ സുപ്തം സംബദ്ധ്യ രശ്മിഭിഃ പാശം കണ്ഠേ നിധായസ്യ തന്മൃത്യുമുപചക്രമോ ത്വരിതം ന മമാരാസൗ ചിന്തയാ യുക്ത സദാഭവൻ തത്താങ്കാര സമൂഹാംശ തന്മുഖേ ഹി വിജിക്ഷുഭോ അഗ്നിജ്വാലാദി ദുഃഖേന വ്യാകുലോ നിധനം ഗത. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ദുന്ധുകാരിയെ തന്നെ കൊന്നുകളയാമെന്ന് വിചാരിച്ചു. എന്നിട്ടോ ഈ ധനം എടുത്തുകൊണ്ട് പോകാം എന്ന് വിചാരിച്ച് ദുന്ധുകാരിയെ ഇവർ കയറുകൊണ്ട് കെട്ടി കൊല്ലുകയാണ്. പക്ഷെ അങ്ങനെ കെട്ടിയിട്ടും ദുന്ധുകാരിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടില്ല, ദുന്ധുകാരി മരിച്ചില്ല. എന്നിട്ടോ തീക്കനൽ വാരി മുഖത്തോട്ടിട്ട് ദുന്ധുകാരി അങ്ങനെ മരിച്ചിട്ട് അത് പ്രേതമായി മാറി എന്നുള്ളതാണ്. പിന്നീട് അനേക കാലം അത് അലയുകയൊക്കെ ചെയ്തു. എന്നിട്ടോ അലഞ്ഞിട്ട് അതിന് മുക്തി കൊടുക്കുവാനായിട്ട് എന്താ മാർഗം എന്നായി. അവ ധനമോഹം കൊണ്ട് എന്തു പറ്റി? അർത്ഥമനർത്ഥം ഭാവയ നിത്യം. പിന്നെ അതുമാത്രമല്ല, പുത്രാദപി ധനഭാജാംഭി. അപ്പൊ ധനഭാജന്മാർക്ക്, പണമുള്ളവർക്ക് ഇവിടെ പുത്രൻ എന്ന് മാത്രമല്ല, അപ്പൊ മറ്റേ ഭാര്യമാരെ കൊണ്ടായി. അപ്പൊ ദുന്ധുകാരി സ്വന്തം അമ്മയെ നശിപ്പിച്ചു, ദുന്ധുകാരിക്കും അതുതന്നെ ഉണ്ടായി. അമ്മ കിണറ്റിൽ ചാടി മരിച്ചു. അപ്പൊ കാരണഭൂതം എന്താണ് ഇവിടെ? ധനം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നിന്ന് സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ്. ഗോകർണനോടെ ഈ പ്രേതം കാണുന്നു. കാരണം ഈ പ്രേതം ഇങ്ങനെ പിശാചത്വം ബാധിച്ച് വളരെ ദുഃഖിതനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒന്നും ഗയാശ്രാദ്ധമൊക്കെ ഊട്ടി, എന്നിട്ട് ഒന്നും ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നായി. അവസാനം ഗോകർണൻ സൂര്യനെ തടഞ്ഞു എന്നാണ് അല്ലേ. സൂര്യനെ തടഞ്ഞു. എന്നിട്ട് സൂര്യനെ തടഞ്ഞിട്ട് മാത്രമല്ല, എന്നിട്ട് അതിനുള്ള മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ഇല്ലേ. തതസർവൈ സൂര്യവാക്യം തന്മുക്തൗ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈദദാതാണ്. ആ ഗോകർണൻ സൂര്യന്റെ വേഗത്തെ തടഞ്ഞു. സൂര്യന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട്, അലയോ ജഗത്സാക്ഷിയായിരിക്കുന്ന സൂര്യഭഗവാനെ, എന്താണ് ഈ മുക്തിക്ക് സൂര്യദേവന്റെ അഭിപ്രായം? അതെനിക്ക് പറഞ്ഞു തരണം. അവരുടെ അഭിപ്രായം. അതോടെ ഗോകർണൻ ആ സൂര്യവേഗത്തെ തടഞ്ഞു. സൂര്യൻ അതിനോട് ചോദിച്ചു. സൂര്യൻ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. എന്താണ് സൂര്യഭഗവാൻ പറഞ്ഞു കൊടുത്തത്? തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹിമേ മുക്തിഹേതുകം തശ്രുത്വാ ദൂരദ സൂര്യ സ്ഫുടമിത്യഭ്യഭാഷത ശ്രീമദ്ഭാഗവതാൻ മുക്തി സപ്താഹം വാചനം ഗുരു ഇതി സൂര്യവച സർവൈർധർമ്മരൂപം തു വിശ്രുതം എന്നാണ്. അപ്പൊ ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട്, അപ്പൊ ജഗത്സാക്ഷിയായിരിക്കുന്ന സൂര്യഭഗവാന് പ്രേതത്തിന്റെ മുക്തിക്കുള്ള മാർഗമായിട്ട്
അങ്ങേക്ക് നമസ്കാരം എല്ലാം കൊടുത്തു. അതിനുശേഷം പ്രേതത്തിൻ്റെ മുക്തിക്ക് മാർഗമായിട്ട് സപ്താഹത്താൽ ഭഗവാനെക്കുറിച്ച് ഹരിയെക്കുറിച്ചുള്ളത് സപ്താഹ ശ്രവണം, സപ്താഹത്തോടുകൂടി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ഭാഗവത ധർമ്മത്തെ സംബന്ധിക്കുന്ന സൂര്യൻ്റെ വാക്ക് സകലരും കേട്ടു. അങ്ങനെയാണ് ഗോകർണൻ പിന്നീട് സപ്താഹം ആരംഭിക്കുന്നത് എന്നാണ്. അങ്ങനെ സപ്താഹം എല്ലാം കഴിഞ്ഞിട്ട് എന്തുപറ്റി? വളരെ പലരും അതിനകത്തുള്ള എല്ലാവർക്കും ഒന്നും മുക്തി കിട്ടിയില്ല. പക്ഷേ ശ്രദ്ധയോടുകൂടി ഭഗവത് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയത് ഒന്നാമത്തെ ദിവസം കൊണ്ട് തന്നെ ഓരോ വ്യത്യാസം വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ദിനാന്തേ രക്ഷിതാഗാഥ തഥാ ചിത്രം ബഭൂവഹ എന്നൊക്കെ പഠിച്ചു. അവസാനമായപ്പോഴോ സപ്താഹം തീർന്ന ദിവസം ദിവ്യരൂപധരോജാത തുളസീദാമണ്ഡിത പീതവാസാ ഘനശ്യാമോ മുകുടീ കുണ്ടലന്വിത. ആ പ്രേതം ദിവ്യരൂപധാരിയായിട്ട് തുളസിമാലയെല്ലാം അണിഞ്ഞ് മഞ്ഞപ്പട്ടുടുത്ത് മേഘശ്യാമള കോമളരൂപനായിട്ട് ആ ഭഗവത് സ്വരൂപം പ്രാപിച്ച് കാണപ്പെട്ടു എന്നാണ്. അപ്പം എന്താണ്? ആ ഭഗവത് സായുജ്യം ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ഗോകർണന്റെ കഥ വളരെ മനോഹരമാണ്. ഗോകർണന്റെ അല്ല, ദുന്ധുരി എന്താണ്? ദുന്ധുകാരിയുടെ ആ ധനമോഹം കൊണ്ടുണ്ടായിരിക്കുന്ന അതിൽ നിന്ന് രക്ഷ ഈശ്വരഭജനം മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. അപ്പം പിതൃത്വം, ഒരു പിശാചത്വം ബാധിച്ചു, ആ പിശാചത്തിനും രക്ഷയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഈ ജന്മത്തിൽ ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കുകയാണ്, അതിൻ്റെ കർമ്മഫലം പിശാചരൂപത്തിലും നിൽക്കുന്നു. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ വീണ്ടും ഈശ്വരചിന്ത ഇതെന്നേ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആത്മദേവൻ നമ്മൾ ഈ സംസാരം, ഗോകർണൻ പറയുന്നുണ്ട്, ഈ സംസാരം ഇത് മുഴുവൻ വളരെ നിസ്സാരമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അസാര ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക സുത കസ്യ ധനം കസ്യ സ്നേഹവൻ ജ്വലതേ നിശം എന്നാണ്. അപ്പോൾ ഈ സംസാരം, നമ്മൾ ഈ ഭൂമിയിൽ ഭൗതികമായി ഉണ്ടാക്കുന്നതെല്ലാം തന്നെ അത് ദുഃഖം നൽകുന്നതും നമ്മെ മോഹിപ്പിക്കുന്നതുമാണ്. അപ്പം എന്താണ്? സുത കസ്യ ധനം കസ്യ സ്നേഹവൻ ജ്വലതേ നിശം. അപ്പം മകൻ, ആരുടെ മകൻ, ആരുടെ ധനം, സ്നേഹത്തിൻ്റെ പേരിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജനങ്ങൾ എന്തിന് ദുഃഖിക്കുന്നു, എന്തിന് വലയിടുന്നു? അപ്പം ആകെയുള്ളത് എന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇത് പറഞ്ഞപ്പോൾ അമ്മ ഒരിക്കലും ഒരു കീർത്തനം ചൊല്ലുന്നുള്ളായിരുന്നു. ജ്യോതിഷ് നമ്മളൊക്കെ എഴുതിയെടുത്തിരുന്നു. എന്താണ്? ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല എന്ന് പറഞ്ഞൊരു അല്ലേ അമ്മ ചൊല്ലി അന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ. അങ്ങനെ ഉണ്ടായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഗോവിന്ദ ഭജനം മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശ സത്യം പുത്രാദപി ധനഭാജാം ഭീതിഃ സർവത്രൈഷാം വിഹിതാരീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ചികരണേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇനി 2-3 പേര് വായിക്കുക ഈ 3 ശ്ലോകങ്ങളും. ഇതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു ധർമ്മസ്യ എന്താണ് ഇത് വളരെ ഈ അർത്ഥം വളരെ ഗഹനമാണ്. അപ്പോൾ എത്രയൊക്കെ റെഫറൻസ് കൊടുത്താലും മനസ്സിലാവുന്നില്ല. ധർമ്മസ്യ തത്വം ഹിതം ഗുഹായ, ഗുഹകളിൽ ഒളിച്ചിരിക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നിന്നും ഗീതയിൽ നിന്നും രാമായണത്തിൽ നിന്നും ഒക്കെ റെഫറൻസ് എടുത്ത് നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചു നോക്കാം. ആരെങ്കിലും സരസ്വതി അപ്പോളനെ ചൊല്ലിക്കോളൂ. സജിരാജിയുണ്ട്, സരസ്വതി അപ്പോളുണ്ട്, വേറെ ആരൊക്കെയുണ്ട്, ഗംഗ ടീച്ചറുണ്ട്, ചൊല്ലാവുന്നവരൊക്കെ ചൊല്ലിക്കോണ്ടേ. നമുക്കൊരു 10 മിനിറ്റ് കൂടെ. ശങ്കര ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം
ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുപിൻ ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മൂഢജഹീഹി ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ അർദ്ധമനർദ്ധം ഭാവയ നിത്യം നാസ്തി തദ സുഖലേശ സത്യം അർദ്ധമനർദ്ധം ഭാവയ നിത്യം നാസ്തി തദ സുഖലേശ സത്യം പുത്രാദപി ധന ഭാജാം ഭീതി പുത്രാദപി ധന ഭാജാം ഭീതി സർവൈത്രൈഷ വിഹിത വീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര ജയശങ്കര. ഇതില് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് ആരോ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു, ധനം സമ്പാദിക്കണ്ട എന്നാണോ എന്ന്. അപ്പൊ ധനം സമ്പാദിക്കണ്ട എന്നല്ല പറയുന്നത്, ധനസമ്പാദനം ആവശ്യമാണ്, ധനം സമ്പാദിക്കണം. ഞാൻ അതുകൊണ്ട് ഇന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു, അത് ജീവിതാർത്ഥത്തിന് വേണ്ടിയായിട്ട് ധനം സമ്പാദിക്കണം. ആപത്താർത്ഥം ധനം രക്ഷേത് ശ്രീപദാം ആപദഃകുത എന്ന് നീതിസാരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ധനസമ്പാദനം അനിവാര്യമാണ് ജീവിതത്തിന് വേണ്ടി. പക്ഷെ പരമമായ സുഖം എന്താണ് എന്നുള്ളതിലേക്ക് എത്തിക്കുവാൻ കൂടി വേണ്ടിയാണ്. അങ്ങനെയുള്ള അപ്പം നമ്മൾ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ധർമ്മം അർത്ഥം കാമം മോക്ഷം. ധർമ്മമാർഗത്തിലൂടെ അർത്ഥത്തെ ഉണ്ടാക്കുകയും നമ്മൾക്ക് വേണ്ട കാമങ്ങളെയെല്ലാം തീർത്ത് അത് മോക്ഷപ്രാപ്തകരമാക്കി തീർക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, 5 രൂപ ഈ ധനം സ്വരൂപിക്കുന്നത് 5 കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ്? ധനം സമ്പാദിക്കുവാൻ വേണ്ടി ഒരു ഭാഗം ചെലവാക്കുക, ഒന്നാമത്തെ ഭാഗം അതാണ്. ധനസമ്പാദനത്തിന് വേണ്ടി ഒരു ഭാഗം. 2, ഈ ഉണ്ടാക്കിയ ധനം വീണ്ടും ധനം സമ്പാദനത്തിന് വേണ്ടി ഒരു ഭാഗം. 2ാമത്തേത് സ്വന്തം ജീവിതത്തിന് വേണ്ടി ഒരു ഭാഗം. 3ാമത്തേത് സ്വജനങ്ങൾക്ക് വേണ്ടി, സ്വജനങ്ങളായി സാമൂഹ്യ സ്നേഹമായി ഇതൊക്കെയായി. 4ാമത് യശസ്സിനായിട്ടും ഒരു ഭാഗം ചെലവാക്കണം എന്നാണ്. പിന്നീടോ 5ാമതായിട്ട് ധർമ്മമാർഗങ്ങൾക്കും ചെലവാക്കണം എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ധനം സ്വരൂപിക്കണം, ധനം അനിവാര്യമാണ്. അത് ധർമ്മമാർഗങ്ങൾക്കായിട്ടും സ്വജനങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സ്വന്തം യശസ്സിന് വേണ്ടിയും മറ്റുള്ളവരുടെ എല്ലാവർക്കും അതേപോലെ തനിക്ക് ജീവിക്കുവാനും ധനം ഉണ്ടാക്കുവാനും. കാരണം ധനം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളവന് മാത്രം ധനം ഉണ്ടാക്കുവാനും പറ്റൂ. സമൂഹത്തിന് കൊടുത്തെങ്കിലും സമൂഹത്തിനും പ്രയോജനമുള്ളൂ. അങ്ങനെ ധനം ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ സത്യത്തിൽ ഭജഗോവിന്ദത്തിൽ ഒരു സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള താത്വികമായ ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ സൗന്ദര്യലഹരി പഠിച്ച പോലെ ഉപാസനാ മാർഗമൊന്നുമല്ല, ഇത് ജീവിത രീതിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നു, അവന്തിക ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണൻ്റെ കഥ. അദ്ദേഹം ഒരുപാട് സ്വന്തം ഇത് കൂട്ടി എങ്ങനെ തേനീച്ച തേൻകൂട് കൂട്ടുന്ന പോലെ അവസാനം ആ തേനീച്ചയ്ക്ക് അതിൽ നിന്ന് വല്ല തേനിൻ്റെ പ്രയോജനമുണ്ടോ? ആ തേൻകൂട് ആരെങ്കിലും എടുത്ത് മുറിച്ച് തേനും കൊണ്ട് പോകും ഇല്ലേ? അദ്ദേഹം ഇങ്ങനെ ധനം ഉണ്ടാക്കി സ്വരൂപിച്ച് സന്നിഹിതകാല ആധിക്യമായപ്പോൾ മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും കൊടുക്കുന്നില്ല, ഒന്നും തന്നെ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനം പ്രായമായപ്പോൾ മക്കളും ഭാര്യയും ഒന്നും നോക്കാതായി. ആ ധനം മുഴുവൻ അവരപഹരിച്ചു. അപ്പോൾ അവകാശികൾ അതെല്ലാം അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തിന് ഒന്നുമില്ലാതായി എന്നാണ്, കഴിക്കാൻ പോലും ഒന്നുമില്ലാതായി, വളരെ ദുഃഖ രീതിയിലായി. അപ്പോഴാണ് ഗോവിന്ദൻ്റെ ഭജനം ഓർമ്മ വരുന്നത്. ജയശങ്കര. ഇനി ആരെങ്കിലും ഒന്നോ രണ്ടോ പേരും കൂടെ ഇന്ന് പഠിച്ച ശ്ലോകം ചൊല്ലാറുണ്ടെങ്കിൽ ചൊല്ലാം, അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചിന്തിക്കാം. ജയശങ്കര. ജയശങ്കര 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 ചൊല്ലിക്കോളൂ സജ്ജനാജി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ദുഃഖൃംഗ കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മൂഢജഗീ ധനാഗമ തൃഷ്ണ ഗുരു സദ്ബുദ്ധി മനസി വിതൃഷ്ണ യല്ലഭസേ നിജ കർമ്മോപാതം യല്ലഭസേ നിജ കർമ്മോപാതം വിത്തം തേന വിനോദയ ചീതം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തഥാ സുഖ ലേശ സത്യം പുത്രാദപി ധന ഭാജാം ഭീതിഃ സർവത്ര ഈശാ വിഹിതാ നീതിഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ആരെങ്കിലും ചൊല്ലാൻ മുമ്പോട്ട് വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് വന്ന് ചൊല്ലണേ. ഞാൻ ചൊല്ലാം. ജയശങ്കര. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ദുഃഖൃഞ്ജുകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ദുഃഖൃഞ്ജുകരണേ
മൂഢജഹീഹിതനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം മൂഢജഹീഹിതനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗൃഞ്ജകരണേ അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസ്തുക ലേശ സത്യം പുത്രാദപി ധന ഭാജാം ഭീതി സർവത്രൈഷ വിഹിതാരീതി അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തഥാ സുഖ ലേശ സത്യം പുത്രാദപി ധന ഭാജാം ഭീതി സർവത്രൈഷ വിഹിതാരീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗൃഞ്ജകരണേ. ജയശങ്കര. ജ്യോതിഷേ, വേറെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ജയശങ്കര. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗൃഞ്ജകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ അർത്ഥമനർത്ഥം ഭാവയ നിത്യം അർത്ഥം അനർത്ഥം ഭാവയ നിത്യം നാസ്തി തദ സുഖ ലേശ സത്യം പുത്രാദവിധന ഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീ ഭജ ഗോവിന്ദം. അരുണാചലഗിരി ഭഗവാൻ രമണ മഹർഷി പറയുന്നു, നീ ഈശ്വരനെ ശരണം പ്രാപിക്കൂ. സമ്പൂർണ്ണ സമർപ്പണം ചെയ്താൽ പിന്നെ ചോദ്യം ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. നീ ഈശ്വരനെ ശരണം പ്രാപിക്കൂ. ഒന്നുകിൽ ഞാൻ
എന്ന ചിന്തയുടെ മൂലം ആ വിചാരം കൊണ്ടറിഞ്ഞ് ആ സ്രോതസ്സിൽ ലയിച്ചു വർത്തിക്കണം. അല്ലെങ്കിൽ നിരുപാധികം ഈശ്വരനിൽ സമ്പൂർണമായി ശരണം പ്രാപിക്കണം. നിരുപാധികം ഈശ്വരനിൽ സമ്പൂർണമായി ശരണം പ്രാപിക്കണം. ഭജഗോവിന്ദം ഭജഗോവിന്ദം. ഇന്നിപ്പോ എന്താ ജയകൃഷ്ണജി തന്നെ ഭാഗവതത്തിന്റെയും നല്ല ഉത്തമമായ പല കഥകളൊക്കെ പറഞ്ഞ് ഭജഗോവിന്ദത്തിന്റെ എന്താ ആ അർത്ഥത്തെ വളരെ ഗംഭീരമായി തന്നെ പറഞ്ഞ് വളരെ നന്ദി. വളരെ സന്തോഷം വാമനേട്ട. നമുക്ക് ഇന്നത്തെ അഹം ബ്രഹ്മാസ്മി ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പായി ഒരറിയിപ്പ് കൂടി. നമ്മുടെ അഹം ബ്രഹ്മാസ്മിയുടെ അടുത്ത ക്ലാസ് നമ്മൾ മറ്റന്നാൾ കർക്കിടക മാസം ആരംഭിക്കുകയാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ രാമായണക്കാറ്റ് എന്ന പേരിൽ നമ്മൾ 31 ദിവസം രാമായണ പാരായണം 31 ചാപ്റ്ററുകൾ ചേർന്ന് നടത്തുകയാണ്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹകരണം അതിലുണ്ടാവണം. മറ്റന്നാൾ 6:20 പരിപാടി തുടങ്ങുന്നത്. എല്ലാവരും സമയത്ത് തന്നെ എത്തിച്ചേരുക. അതോടൊപ്പം വരുന്ന ഞായറാഴ്ച 3 പരിപാടിയാണ് ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരം 6:30 നമ്മുടെ രാമായണക്കാറ്റ്, അതിനുശേഷം സുഹൃതം സംസ്കൃതം പഠന ക്ലാസ് ഉണ്ട്. അതിനുശേഷം ദിഗ്വിജയം, സ്വാമിനി ദേവി ജ്ഞാനാമൃതിഷ്ഠ നടത്തുന്ന ദിഗ്വിജയം പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 3 പരിപാടിയാണ് ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം. എന്തായാലും ഇന്നത്തെ ഭജഗോവിന്ദവും വളരെ മനോഹരമായി നമുക്ക് നല്ല ചേട്ടാ, നമുക്ക് വളരെ വിശേഷപ്പെട്ട ഗായകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സരസ്വതി ഏട്ടത്തിയായിട്ട്, അതേപോലെ തന്നെ സജനാജി, വാമനേട്ടൻ, അവരുടെയൊക്കെ ആ ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ഭജഗോവിന്ദം അല്ലെ എന്തൊരു. അതേപോലെ ഇടയ്ക്ക് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി, അമ്മ കഴിഞ്ഞ 2-3 വർഷം മുമ്പാണ് ആ ഒരു പാട്ട്. അതെനിക്ക് തോന്നുന്നു അമ്മയുടെ ഉണ്ടെങ്കിൽ 2 വരി അത് പാടി കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടുന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ വരികൾ ഞാനും മറന്നുപോയി. ജേട്ടനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഇടയ്ക്ക്. അമ്മയാണത്, ജേട്ടൻ്റെ അമ്മയാണത് ആദ്യമായിട്ട് ഇവിടെ പാടുന്നത്. ഓർമ്മയില്ലേ ജേട്ടന്? ഹരിയുടെ കാലിൽ വീഴാതാർക്കും അതെ. അമ്മ കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അപ്പ എഴുതിയിട്ടുള്ളത്. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ 2 വരി ഒന്ന് കേട്ടാൽ അല്ല, കാരണം അതൊരു വളരെ പ്രസക്തമായ വരികളാണ് അതിന്റെ. അകത്തുനിന്ന് എടുത്തോണ്ട് അതിനകത്തുണ്ട് ഹരിയുടെ കാലിൽ വീഴാതാർക്കും. അമ്മ കാണുന്നില്ല. 2 വരി അമ്മയുടെ ഓർമ്മയിലുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു മോഹം കൊണ്ട്. കാരണം അത് കേൾക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് തന്നെ നമ്മളോടൊരു ഇത് തോന്നണം. കാരണം നമുക്കെല്ലാം ആ ഭഗവാനോടുള്ള ഒരു ഭക്തിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് കുത്തുന്നത് നല്ലതാണ് അല്ലേ? വീഡിയോ ഒന്ന് ഓൺ ചെയ്യുമല്ലേ? ഞാനേ അത് ഇപ്പൊ അമ്മയ്ക്ക് കാണുന്നില്ല. കാണാതെ അറിഞ്ഞൂടാ. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല, നിത്യം വണങ്ങാതാർക്കും നിർവാണ സുഖം ലഭിക്കില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശ്വരിലെത്താനാവില്ല, ഭക്തിരസത്തിൽ ലയിക്കാതാർക്കില്ല, ധ്യാനജപാദികൾ ചെയ്തിടാത്തവൻ ആനന്ദാമൃതം ഉണ്ണില്ല. എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണെന്നുള്ളതാണത് അല്ലേ? ഓരോരോ ജ്ഞാനപ്പാനയിൽ തന്നെ പറയുന്നത് പോലെയുള്ള ഒരു അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. കർമ്മം ചെയ്യാൻ കഴിയില്ല. കാണുന്നില്ല അവിടെ തന്നെ. പരിപാടിയുടെ മുഴുവൻ ഉപേക്ഷിക്കാതെ സംസാരാഗ്നിയിടുകില്ല, ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. നേരിട്ടീശനെ പഠിക്കോട്ടെ.
ആ പേരെന്താണെന്നറിയില്ല. കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിക്കാതാർക്കും മുക്താവസ്ഥ ലഭിക്കില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുണ്ണില്ല. ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. സംഘം മുഴുവനുപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. നേരിട്ടീശനെ ദർശിക്കാതെ നേരെന്താണെന്നറിയില്ല. എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. ഭക്തനു തുണയും തോഴനു താങ്ങും ഭഗവാനല്ലാതിങ്ങില്ല. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. ജയശങ്കര. വളരെ സന്തോഷം. ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭജഗോവിന്ദ ഹരിയെ ഭജിക്കാത്തവർ മൂടന്മാരാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അല്ലെ? അതിന്റെ ഒരു വേറൊരു രീതിയിലുള്ള ഇതാണ്, അർത്ഥവത്തായിട്ടുള്ള വരികളാണിത്. അത് ഒരിക്കലും മറക്കില്ല. ഈ വളരെ സന്തോഷം. അവസാനത്തെ വരി നോക്കൂ ജ്യോതിഷ, അവസാനത്തെ വരി ഒന്ന് നോക്കൂ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റുമോ അതെ വേണമോ മക്കളായിട്ട് പൂന്താനം പറഞ്ഞ അതേ വാചകം അതെ അതെ തന്നെ. അതെ അതെ തന്നെ. ഭഗവാനെ മനസ്സിൽ ഇത് കേൾക്കാൻ കഴിയുന്നത് തന്നെ സുഹൃതം, ജന്മസുഹൃതം. വളരെ സന്തോഷം ശോഭ ചേച്ചി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഭഗവാൻ ഹരിയുടെ അനുഗ്രഹ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്. നമ്മുടെ അടുത്ത കർക്കടമാസം കഴിഞ്ഞായിരിക്കും ഇനി മഹാപരമാത്മയുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. മറ്റന്നാൾ വൈകുന്നേരം 6:20 നമുക്ക് എല്ലാവർക്കും നേരിൽ കാണാം. അതുവരേക്കും രാമായണം എടുത്തുകൊണ്ട് വരിക എല്ലാവരും. രാമായണത്തോടൊപ്പം 6:20 രാമായണം പാരായണം ചെയ്യാനായിട്ട് എല്ലാവരും രാമായണം എടുത്ത് വെക്കുക, ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുക. അപ്പം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജഗദീശന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.